പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ കടന്നു വന്ന് ദൈവവചനം സംസാരിപ്പാനിടയാക്കി തീർത്ത വലിയ കൃപയെ ഞാൻ ഓർക്കുന്നു. അതിനുവേണ്ടി എനിക്ക് അവസരം തന്ന പ്രിയ അബ്രാംകുട്ടി പാസ്റ്റർ, അതുപോലെ മറ്റുള്ള അഡ്മിന്മാർ, എല്ലാ ദൈവദാസന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലപ്പെട്ട നാമത്തിൽ നന്ദിയെയും സ്നേഹവന്ദനത്തെയും അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സ്നാനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. സ്നാനം എന്തിനു വേണ്ടിയാണ്? അത് പാവങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണെന്നും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റാൽ എങ്ങനെ പാവം മോചിക്കപ്പെടും എന്നുള്ള വിശദീകരണം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കൊടുത്തത് ഒരുപക്ഷേ ദൈവമക്കളായിരിക്കും നിങ്ങൾ കേട്ട് കാണുമല്ലോ. വീണ്ടും ഞാൻ ഇന്ന് പറയുവാൻ താല്പര്യപ്പെടുന്ന വിഷയം, സ്നാനം നടത്തിയ തെളിവുകൾ, ബൈബിളിൽ എങ്ങനെ സ്നാനപ്പെടുത്തി എന്നുള്ള തെളിവുകൾ സൂചിപ്പിക്കുന്ന ചില വാക്യങ്ങൾ ദൈവമക്കളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ദൈവദാസന്മാരിൽ പലർക്കും ഇത് വ്യക്തമായിട്ടറിയാം. എന്നാൽ ഒന്നുകൂടെ ആവർത്തിച്ച് ചിന്തിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ തിരുവചനങ്ങൾ കൊണ്ടുവരുന്നത്. ഒന്നാമതായി, സ്നാനം എവിടെ നടന്നു? സ്നാനം നടന്നത് യെരുശലേമിലാണ്. എന്താ യെരുശലേമിൽ നടക്കാൻ കാരണം? ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്. യെരുശലേമിൽ നിങ്ങൾ അത് ചെയ്യണമെന്ന് പറഞ്ഞു. അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാവമോചനവും നിങ്ങൾ യെരുശലേമിൽ തുടങ്ങണമെന്ന് പറഞ്ഞു. അത് തുടങ്ങി, യെരുശലേമിൽ തുടങ്ങി. അതെന്താണ്? പെന്തക്കോസ്ത് നാളിൽ. എന്ന് പറഞ്ഞാൽ ഈ അപ്പോസ്തലന്മാരുടെ ഒരു പ്രത്യേക ഗുണം എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു പഴഞ്ചൊല്ലുണ്ട് നമ്മുടെ മലയാളികൾക്ക്, കാള വെറ്റു എന്ന് കേട്ടാൽ ഉടൻ തന്നെ കയറെടുക്കുക. കാള വെറ്റു എന്ന് കേൾക്കുന്ന ഉടനെ കയറെടുക്കുന്ന സ്വഭാവം അപ്പോസ്തലന്മാർക്കില്ലായിരുന്നു. അവരോട് കർത്താവ് പറഞ്ഞു, കൽപ്പന കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ സ്നാനപ്പെടുത്തണം. ആ നാമത്തിൽ സ്നാനപ്പെടുത്തണം. അതുകൊണ്ട് നിങ്ങളിപ്പം പോയി പെട്ടെന്ന് പോയി സ്നാനപ്പെടണ്ട. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങൾ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ അതിനുശേഷമായിട്ട് ദൈവസഭ പരിശുദ്ധാത്മാവിനാൽ അടിസ്ഥാനമിട്ട് പണിയുന്ന രംഗമാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമായി കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടു കൂടി പരിശുദ്ധാത്മാവിനാൽ വെളിപ്പാട് കൊടുത്ത്, കാരണം അപ്പോസ്തലന്മാർക്കെല്ലാം ഒരേ വെളിപ്പാട് കിട്ടി. കർത്താവായ യേശു ക്രിസ്തു ഈ അപ്പോസ്തലന്മാർക്കുള്ള മറ്റൊരു ഗുണം എന്താ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചോദിക്കുമായിരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ ആ നാമം ഏതാണ് കർത്താവ്, ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ എന്ന് അവരവിടെ തർക്കവും വാദവും ഒന്നും ഉന്നയിച്ചില്ല. ആ കൽപ്പന കൊടുത്തപ്പോഴേ അവരുടെ ഉള്ളിൽ അത് മനസ്സിലായി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ആരെന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണയോട് കൂടി തന്നെയാണ് അവർ പോയത്. അതിനുശേഷമായിട്ട് അവർക്ക് പരിശുദ്ധാത്മാവ് കിട്ടി. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ജനമെല്ലാം ഒന്നിച്ചുകൂടി. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ് കേട്ടോ. ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നത്. കാരണം ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ലോകം മുഴുവനും ഒന്ന് വ്യാപിക്കണം. ലോകം മുഴുവൻ ഈ സത്യസ്നാനം വ്യാപിക്കണമെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ നടന്നെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. കാരണം പെന്തക്കോസ്ത് നാളിൽ ലോകത്തെമ്പാടുമുള്ള ആദ്യം വരെ ഒന്ന് ചിതറിച്ചു. ഇവരുടെ അനുസരണക്കേടിനാൽ ഇസ്രായേൽ ജനങ്ങളുടെ അല്ലെങ്കിൽ മത്സരം, അവരുടെ വിഗ്രഹാരാധന, അവരുടെ ദുർമാർഗ നിമിത്തമായിട്ട് ലോകജാതികളുടെ ഇടയിലേക്ക് അവരെ ചിന്നിച്ചിതറിച്ചു. ഹല്ലേലൂയ. അതിനുശേഷം വർഷത്തിൽ 3 പ്രാവശ്യം ഉത്സവം ആചരിക്കുവാൻ വേണ്ടി യെരുശലേമിൽ കൂടി വരണമെന്നുള്ള പ്രമാണപ്രകാരം എല്ലാ പ്രതിനിധികളും, യഹൂദന്മാർ, പുരുഷന്മാർ എല്ലാം യെരുശലേമിൽ വന്ന് കൂടുക പതിവാണ്. വർഷത്തിൽ 3 പ്രാവശ്യം. അങ്ങനെ എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ എന്താ ഗുണം? അവിടെ ഉള്ള സത്യങ്ങളൊക്കെ അറിയാൻ ചിലപ്പോൾ വരാൻ സാധിക്കാത്ത പെണ്ണുങ്ങളും വരാൻ സാധിക്കാത്തവർക്കും ഓരോ രാജ്യത്തിൽ ചെന്ന് തിരിച്ചു ചെന്ന് അവിടെ ഇന്നതൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവം മുന്നമേ കണ്ടിരുന്ന ഒരു പദ്ധതിയാണിത്. ലോകം മുഴുവൻ ഈ സത്യം അറിയണം. അതിനുവേണ്ടിയാണ് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊടുക്കുകയും ഈ ശബ്ദം കേട്ടെടുത്തേക്ക് ആൾക്കാരെല്ലാം ഓടിക്കൂടിയപ്പോൾ പത്രോസ് അവരുടെ മധ്യത്തിൽ നിന്ന് പ്രസംഗിക്കുന്നു. പ്രസംഗം കേട്ടപ്പോൾ ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് വിലാപത്തോട് കടന്നു വരുന്ന ജനത്തോട് പത്രോസ് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്നുള്ള
ആ ദൈവത്തിന്റെ സഭയുടെ അടിസ്ഥാന ഉപദേശം അതിന് അടിത്തറവാകുകയാണ്. എന്താ ഈ പത്രോസ് പ്രസംഗിക്കാൻ കാരണം? താക്കോല് കിട്ടിയത് പത്രോസിന്റെ കയ്യിലാണേ. ഇന്നുള്ള പെന്തക്കോസ് നേതാക്കന്മാരുടെ കയ്യിലല്ല താക്കോല് കിട്ടിയത്, പത്രോസിന്റെ കയ്യിലാണ് താക്കോല് കിട്ടിയത്. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നുമല്ല പറഞ്ഞത്, ഞാൻ നിനക്ക് തരുന്ന. നിങ്ങൾ ഒന്ന് വ്യക്തമായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ അത് ഗ്രഹിക്കാൻ സാധിക്കും. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കിട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. അങ്ങനെ താക്കോല് കിട്ടിയവൻ ആ താക്കോൽ ഉപയോഗിക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് പെന്തക്കോസ് നാളിൽ ഉപയോഗിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 2:38. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്നാണ് പറഞ്ഞത്. അന്ന് 3000 പേര് സ്നാനപ്പെട്ടുവെന്ന് അതിന്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമത് ദൈവസഭയ്ക്ക് അടിസ്ഥാനമിടാൻ കർത്താവ് പറഞ്ഞത് യെരൂശലേമില. അവിടെ തന്നെ ഇട്ടു. അവിടെ തന്നെ അടിസ്ഥാനം ഇട്ടപ്പോൾ അതിന്റെ യോഗ്യത ഒന്ന് മാനസാന്തരപ്പെട്ടതായിരിക്കണം. 2 കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിഷം പ്രാപിച്ച് ഹല്ലേലൂയ അപ്പോസ്തലന്മാരുടെ ഉപദേശം അംഗീകരിച്ച് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ചു പോകുന്ന ആ സഭയ്ക്ക് അവിടെ അടിസ്ഥാനമിട്ടു. അങ്ങനെ യഹൂദന്മാര് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് സഭ, പ്രാരംഭ സഭ അവിടെ തന്നെ പണിതു, യെരൂശലേമിൽ തന്നെ പണിതു. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ സ്നാനം ശമര്യക്കാരാണ്. അപ്പൊ ഒന്നാം സ്നാനം യഹൂദന്മാര്, രണ്ടാം സ്നാനം ശമര്യക്കാര്. എന്താ ശമര്യക്കാരുടെ പ്രത്യേകത? അവർ സമ്മിശ്ര ജാതിയാണ്. അപ്പോസ്തല പ്രവൃത്തി 8:16 അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേയുള്ളൂ. ശമര്യക്കാരാ? സമ്മിശ്ര ജാതി. എന്താ ഈ സമ്മിശ്ര ജാതി എന്ന് പറഞ്ഞാൽ? ലോകത്തിൽ 2 ജാതികളെ ഉണ്ടായിരുന്നുള്ളൂ, ഒന്ന് യഹൂദനും മറ്റു ജാതികളും. ശമര്യക്കാർ വന്നതോടുകൂടി സമ്മിശ്ര ജാതിയായി. അതിന് ചരിത്രം പഠിക്കണമെങ്കിൽ സൽമനേസറിന്റെ കാലത്ത് സംഭവിച്ചതാ. യഹൂദന്മാരെ കുറച്ചുപേരെ തന്റെ നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നുള്ള ജാതികളെ ഇവിടെ പാർപ്പിച്ചു കുറച്ചുപേരെ. അങ്ങനെ ഇവിടെയുള്ള ശമര്യക്കാര് സാക്ഷാൽ യഹൂദനുമല്ല സാക്ഷാൽ ജാതികളുമല്ലാത്ത ഒരു പ്രത്യേക വിഭാഗമായി മാറി. അതുകൊണ്ട് യഹൂദന്മാര് ശബരിയിലേക്ക് കടന്നു പോകുക പതിവില്ല. അവര് അടുത്ത സംസ്ഥാനത്തിലേക്ക് കടന്നു വരണമെങ്കിൽ പെരിയ വഴി അവർ കറങ്ങി വേണം അവർ കടന്നു വരാൻ. എന്നാൽ കാരണം ജാതീയ വ്യവസ്ഥ എന്ന ഒരു വലിയ മതിൽക്കെട്ട് അവിടെ ഉണ്ടായിരുന്നു. ആ ജാതീയ വ്യവസ്ഥ എന്ന മതിൽക്കെട്ടിനെ തച്ചുടച്ചത് കർത്താവായ യേശു ക്രിസ്തു വന്നാണ്, സൃഷ്ടിതാവായ ദൈവം വന്നാണ്. താൻ അവിടേക്ക് കയറി ചെന്നു. ഒരു പെൺകുട്ടിയോട്, ഒരു സ്ത്രീയോട് വെള്ളം ചോദിക്കുന്നു. നീ യഹൂദനായിരിക്കും എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ ദൈവത്തിന്റെ ദാനമെന്നും നീ അറിഞ്ഞ് നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് ആരെന്നറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ജാതീയ നടിച്ചുവർ ചവിട്ടി മെതിച്ചവൻ നമ്മുടെ അപ്പന യേശു ക്രിസ്തുവാ. അവിടെ ചെന്ന് ശമര്യക്കാര് ഹല്ലേലൂയ അവിടെ ചെന്ന് സുവിശേഷം അറിയിച്ചു. ആ ശമര്യക്കാരാണ് ജാതീയ നടിച്ചുവനെ അടിച്ചു തകർത്ത് കളഞ്ഞ യേശുവിന്റെ സുവിശേഷം അവിടെ എത്തി. അവര് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുപ്പെട്ടു. ഇവരെ ആരാ സ്നാനപ്പെടുത്തിയത്? അത് പറയണ്ടേ. ഇവരെ സ്നാനപ്പെടുത്തിയത് പീലിപ്പോസാ. പീലിപ്പോസ് ആരാ? തൃത്തക്കാരനാണോ? ഏയ്, പീലിപ്പോസ് തൃത്തക്കാരനൊന്നും അല്ല. പിന്നെ ആരാ? വ്യക്തമായിട്ടുള്ള തെളിവുണ്ടോ? ഉണ്ടല്ലോ. അപ്പോസ്തല പ്രവൃത്തി 8:12 എന്നാൽ ദൈവരാജ്യത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന പീലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. പീലിപ്പോസ് ആരാ? യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സുവിശേഷം അറിയിക്കുന്നവൻ, തൃത്വനാമത്തിലുള്ള സുവിശേഷം അറിയിക്കുന്നവനല്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സുവിശേഷം അറിയിക്കുന്ന പീലിപ്പോസേ, ഹല്ലേലൂയ, നീ യേശുവിന്റെ നാമക്കാരനാ. യേശു ആരാണെന്ന് പീലിപ്പോസിനെ നന്നായിട്ട് അറിയാം കേട്ടോ. ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം ഉണ്ടാക്കിയ പാർട്ടിയാ. പിതാവിനെ കാണിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് അന്നാ ഞങ്ങൾക്ക് മതിയെന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുക്ക വെള്ളം ഉണ്ടാക്കി. ഉടനെ യേശു പറഞ്ഞു, ഞാൻ ഇത്രയും നിന്നോട് കൂടി ഇരുന്നിട്ട് നിനക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ പീലിപ്പോസ്? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു.
പിന്നെ വേറെ പിതാവിനെ ഞാൻ എങ്ങനെ ഉണ്ടാക്കി കാണിക്കും? വേറെ പിതാവിനെ എങ്ങനെ കാണിച്ചു തരും? യഥാർത്ഥമായിട്ട് പിതാവാരാണെന്ന് ഗ്രഹിച്ചവനാ ഫിലിപ്പോസ്. അവൻ യേശു നാമക്കാരനായിരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമക്കാരനും ആ ഏകദൈവ വിശ്വാസിയുമാണ്. ആ ഏകദൈവ യേശുവാണെന്ന് ഗ്രഹിച്ചവനായി ഫിലിപ്പോസ്. ആ ഫിലിപ്പോസാണ് ശമര്യക്കാരെ സ്നാനപ്പെടുത്തിയത്. അങ്ങനെ രണ്ടാമത്തെ തെളിവ് നമ്മൾ കണ്ടു. ഇനി മൂന്നാമത്തെ തെളിവ് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം. എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ, എത്യോപ്യ രാജ്ഞി കന്നക്ക എന്ന് പറയുന്ന രാജ്ഞിയുടെ ഷണ്ണൻ, ആരായി ഷണ്ണനെ സ്നാനപ്പെടുത്തിയത്? അതും ഫിലിപ്പോസാണ്. അതാണ് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. അവൻ സ്നാനം കഴിപ്പിച്ചു. ആര്? ഷണ്ണനെ. ആര് സ്നാനപ്പെടുത്തി? ഫിലിപ്പോസ് സ്നാനപ്പെടുത്തി. അപ്പൊ അവിടെ നാമമൊന്നും പറയുന്നില്ലല്ലോ. ഇല്ല, അവിടെ നാമം പറയുന്നതായിട്ട് എഴുതുന്നില്ല. പിന്നെ അത് തൃത്വത്തിലാകാൻ സാധ്യതയില്ലേ? അങ്ങനെ ഊഹിച്ചുകൂടെ? എന്തിനെതിരെ ഇതാ ഈ ഊഹാഭോഗത്തിന്റെ പുറകെ വലിഞ്ഞു കയറി പോണം? വചനമുള്ളപ്പോ ആ വചനത്തിൽ വിശ്വസിച്ചാൽ പോരെ? കാരണം ഫിലിപ്പോസ് സ്നാനപ്പെടുത്തിയെങ്കിൽ ഫിലിപ്പോസ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെയാണ് സ്നാനപ്പെടുത്തിയത്. കാരണം ശമര്യയിൽ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തിയത്. ശമര്യക്കാരെ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയിട്ട് ഇവിടെ വന്ന് ഷണ്ണനെ തൃത്വത്തിൽ സ്നാനപ്പെടുത്തുന്ന അവസരവാദി, ഇന്നത്തെ പെന്തക്കോസ് നേതാക്കന്മാരെ പോലെയുള്ള അവസരവാദികളല്ലായിരുന്നു അപ്പോസ്തലന്മാര്. അതെന്താ അങ്ങനെ പറയാൻ? അങ്ങനെ പറയാനുണ്ട്, അതിന് തെളിവ് എല്ലാം ഉണ്ട്. അമേരിക്ക പോയി യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിട്ട് ഇവിടെ വന്ന് തൃത്വം പ്രസംഗിക്കുന്നവരും ഇവിടെ തൃത്വം പ്രസംഗിച്ചിട്ട് അവിടെ പോയി യേശുവിന്റെ നാമം പ്രസംഗിക്കുന്ന എത്ര പേരെ കാണിക്കണം? ആവശ്യം പോലുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ചിലരൊക്കെ ഉണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിട്ട് തൃത്വം പ്രസംഗിക്കുന്ന വ്യക്തികള് അനേകരുണ്ട്. മനുഷ്യന്റെ മുഖം നോക്കി മനുഷ്യനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നവര്. നിങ്ങൾ ഇന്ന് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ദാസൻ ആയിരിക്കുകയില്ല. ദൈവത്തിന്റെ ദാസൻ അല്ലെങ്കിൽ പിന്നെ ആരുടെ ദാസനാ? ഒന്നേ മനുഷ്യന്റെ, അല്ലെങ്കിൽ പിശാചിന്റെ. മെയിനായിട്ട് പിശാചിന്റെ ദാസന്മാരായിരിക്കും. അത് ഗ്രഹിക്കണം പ്രിയ സ്നേഹിതരെ, വഞ്ചിക്കപ്പെട്ടു പോകരുത്. അപ്പോൾ ഫിലിപ്പോസ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഷണ്ണനെ സ്നാനപ്പെടുത്തി. കാരണം അപ്പോസ്തലന്മാർ തന്നെ പറയുന്നുണ്ടല്ലോ, 2 കൊരിന്ത്യർ 1:18 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നിങ്ങളോടുള്ള ഞങ്ങളുടെ വചനം ഒരിക്കൽ ഉവ്വ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല എന്നതിന് വിശ്വസ്ത ദൈവം സാക്ഷി. എന്നതിന് തൃത്വമല്ല സാക്ഷി. തൃത്വമാണെങ്കിൽ വ്യാജം കാണിക്കാം. ദൈവത്തിന്റെ മുൻപിലും യേശുവിന്റെ നാമത്തിലും നിനക്ക് വ്യാജം കാണിച്ച് നിൽപ്പാൻ കഴിയുകയില്ല. അടിച്ച് പീസാക്കി കളയും. നിങ്ങളോടുള്ള ഞങ്ങളുടെ വചനം ഒരിക്കലുവെന്നും മറ്റൊരിക്കലില്ല എന്നും ആയിരുന്നില്ല എന്ന് അപ്പോസ്തലന്മാർ പറയുമ്പോൾ, ഫിലിപ്പോസ് ഒരിക്കലും ശമര്യയിൽ ചെയ്ത സ്നാനത്തിന് വിരുദ്ധമായിട്ട് ഷണ്ണനെ സ്നാനപ്പെടുത്തുകയില്ല. ഇല്ല ഇല്ല. ആമേൻ. ഇനി ഇപ്പോൾ 3 സ്നാനത്തെ കുറിച്ച് ഇവിടെ വായിച്ചു. 1 ആരാണ്? യഹൂദന്മാർ. 2 ശമര്യക്കാര്. 3 ഷണ്ണൻ. 4 ഇനി വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. ശൗലെന്ന് പറയുന്ന ഒരു മതഭക്തൻ സത്യദൈവത്തെ കണ്ടുമുട്ടിയ ചരിത്രം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിന്റെ 9-18 വായിക്കുമ്പോൾ, അവൻ എഴുന്നേറ്റു സ്നാനം ഏൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ഈ ശൗല് അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ്, ശൗല് സ്നാനപ്പെട്ടു. അവിടെ സ്നാനം ഒന്നും പറയുന്നില്ലല്ലോ. അപ്പോസ്തലന്മാരാണോ സ്നാനപ്പെടുത്തിയത്? യേശുവിന്റെ നാമത്തിൽ തന്നെ എന്നുള്ളതിൽ എന്താ സംശയം? ഇനി വ്യക്തമായിട്ട് തെളിവ് വേണോ? അതിനുമുണ്ട്. ഈ ഒരു ഭാഗത്ത് തെളിവ് വ്യക്തമായിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ചാടി തൃത്വത്തിന്റെ വാലിൽ പിടിക്കേണ്ട ഗതികേട് നമുക്കില്ല. ഉടൻ തന്നെ ബാബിലോണിൽ നിന്ന് കളഞ്ഞു കിട്ടിയ വ്യാജ ചരക്കാകുന്ന തൃത്വോപദേശത്തിന്റെ പുറത്ത് കയറേണ്ട, അതിന്റെ മുകളിൽ കയറി സഞ്ചരിക്കേണ്ട ഗതികേട് ക്രിസ്ത്യാനിക്കില്ല. ഹല്ലേലൂയ. ബൈബിളിൽ വായിക്കണം. യെശയ്യാവ് 34:16 എന്താ പറയുന്നത്? യഹോവയുടെ വചനത്തിൽ വായിച്ച് അന്വേഷിച്ചു നോക്കുവിൻ, ഒന്നിനും ഇണയില്ലാതിരിക്കയില്ല. യഹോവയുടെ വായല്ലോ കൽപ്പിച്ചത്. അപ്പൊ ഇണവാക്യം ഉണ്ടേ.
അത് തേടിപ്പിടിക്കണം. അത് തേടിപ്പിടിക്കാൻ അതാണ് ഈ പിശാചിന്റെ വലിയ തന്ത്രം. ഒരണവാക്യം എടുത്തു തരാൻ കഴിയാതെ വരുന്നു എന്ന് ചിന്തിച്ച് ഉടൻ തന്നെ അവിടേക്ക് ഈ തൃത്വത്തെ തിരികെ കയറ്റുന്ന വ്യാജ പിശാചിന്റെ ചരക്ക്. ഹല്ലേലൂയ. അത് വെറും തത്വജ്ഞാനവും വെറും വഞ്ചനയുമാണ് തൃത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നോക്കാം, അപ്പോസ്തല പ്രവൃത്തി 22:16 വായിക്കുമ്പോൾ അവിടെ വീണ്ടും അപ്പോസ്തലനായ പൗലോസ് ആ സാക്ഷ്യം പറയുകയാണ്. അവിടെ ഇനി താമസിക്കുന്നതെന്ത്? എഴുന്നേറ്റവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക. അവിടെ സ്നാനം പാപമോചനത്തിന് വേണ്ടിയാണെന്ന് വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ. ഇനി താമസിക്കുന്നതെന്ത്? എഴുന്നേറ്റവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 4-ാമത്തെ സ്നാനം അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. ഇനി 5-ാമത്തെ സ്നാനം നോക്കാം. ഹല്ലേലൂയ. 5-ാമത്തെ സ്നാനം അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 48-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 10:48. അവിടെ ജാതികൾ സ്നാനപ്പെട്ട ചരിത്രമാണ് വായിക്കുന്നത്. പത്രോസ് അവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. ആരെ? ജാതികൾ. ആരാണിത്? കൊർന്നല്യോസും ഭവനവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. ഇത് ജാതികളാണെന്ന് വ്യക്തമായി ബൈബിൾ തന്നെ 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 10:34 വായിക്കുമ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. പത്രോസ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജാതികൾ സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. ജാതികൾ സ്നാനപ്പെട്ടു. അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ ലോകത്തിൽ 3 ജാതിയേ ഉള്ളൂ. ഒന്നെങ്കിൽ നീ യഹൂദനായിരിക്കും, അല്ലെങ്കിൽ നീ സമ്മിശ്ര ജാതിയായിരിക്കും, എല്ലാം കൂടെ കൂടിക്കൊഴിഞ്ഞ ജാതി. മിക്കവാറും നമ്മുടെ കേരളത്തിലൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതാ. കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ അങ്ങനെയൊക്കെയാ. പ്രത്യേക ഒരു ജാതി എന്ന് പറയാൻ പലരും ഇല്ലാത്ത ഒരു കണ്ടീഷനിലേക്ക് തലമുറകൾ മാറിപ്പോയി. അത് പോട്ടെ, നമ്മുടെ വിഷയമല്ലല്ലോ. നമ്മുടെ വിഷയം സ്നാന വിഷയമാണ്, പാപമോചനമാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് സമ്മിശ്ര ജാതി, മറ്റൊന്ന് ജാതികൾ, തനി ജാതികൾ. അപ്പോൾ ഈ 3 ഗ്രൂപ്പ് ഈ ലോക ജനതയുടെ പ്രതിനിധിയാണ്. അവരെ പ്രതിനിധീകരിക്കുന്നവരാ. ഒന്നെങ്കിൽ നീ യഹൂദനാണോ, യഹൂദന് സ്നാനം യേശു ക്രിസ്തുവിന്റെ നാമത്തിലേ ഉള്ളൂ. ഒന്നെങ്കിൽ നീ സമ്മിശ്ര ജാതിയാണോ, സമ്മിശ്ര ജാതിക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമേ സ്നാനമുള്ളൂ എന്ന് ശമര്യക്കാരുടെ ചരിത്രം വിളിച്ചറിയിക്കുന്നു. അല്ലെങ്കിൽ നീ ജാതിയാണോ, ജാതിക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമേ സ്നാനമുള്ളൂ എന്ന് കൊർന്നല്യോസിന്റെ ചരിത്രം വിളിച്ചറിയിക്കുന്നു. ഹല്ലേലൂയ. സർവ മാനവരാശിക്കും പാപങ്ങളുടെ മോചനത്തിനായി ഒരൊറ്റ വ്യവസ്ഥയേ ഉള്ളൂ. പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിൽ അതിന്റെ പ്രാകാരത്തിൽ ഒരു യാഗപീഠമുണ്ട്, പിച്ചളത്തൊട്ടിയുണ്ട്. യാഗപീഠത്തിന് 4 കൊമ്പുണ്ട്. തെക്ക്, കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ് 4 ഭാഗത്തു നിന്നുമുള്ളവർക്കും ഈ ഒറ്റ യാഗപീഠമേ ഉള്ളൂ. ആര് രക്ഷിക്കപ്പെടണമെങ്കിലും ഈ ഒറ്റ യാഗപീഠത്തിലേക്ക് കടന്നു വരണം. ആർക്ക് യാഗം കഴിക്കണമെങ്കിലും ഈ യാഗപീഠം മാത്രമേ ഉള്ളൂ. ആർക്ക് പാപമോചനം ലഭിക്കണമെങ്കിൽ യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. ആർക്ക് പാപമോചനം വേണമോ യേശുവിന്റെ രക്തത്തിൽ മാത്രമേ അതിന് വിടുതലുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ സർവ്വലോകത്തിനുമുള്ള സ്നാനം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമാണ്. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് നാളിൽ ഈ സ്നാനം നടന്നത്. പെന്തക്കോസ്ത് നാളിൽ നടന്നതുകൊണ്ട് എന്താ ഗുണം? ലോകത്ത് എവിടെയുമുള്ള യഹൂദന്മാര് ഒന്നിച്ചു വന്നുകൂടുന്ന ദിവസമാണ് ഈ ദിവസം. അവരൊന്നിച്ചു കൂടിയിട്ട് ഇവർ ഈ സ്നാനത്തിന്റെ സത്യ സന്ദേശവുമായിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് വന്നത്. ആ സത്യ സന്ദേശവുമായിട്ട് അവർ അമേരിക്കയ്ക്ക് പോയത്. ആ സത്യ സന്ദേശമായിട്ട് ആഫ്രിക്കയിലേക്ക് പോയത്.
ലോകം മുഴുവൻ, ലോക ചരിത്രത്തിൽ AD 300 മുമ്പുള്ള സകല സ്നാനവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമായിരുന്നു. AD 325 ഒരു വ്യാജൻ, ഒരു കള്ളൻ മാനസാന്തരപ്പെടാതെ ദൈവസഭയിലേക്ക് കടന്നു വന്നു. അവനാണ് ഈ കുരുത്തം കെട്ട തൃത്വം എന്ന് പറയുന്ന ഈ വ്യാജത്തെ തിരികെ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വെച്ചു കൊടുത്തത്. എന്നിട്ടും ആ തൃത്വത്തെ ചവിട്ടി മരിച്ചുകൊണ്ട് നിൽക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമധാരികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അവർക്ക് ഒരു കൊടിയേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിന്റെ നാമം എന്ന കൊടിയാണ്. ആ കൊടി ഉയർത്തും എന്ന് വരെ, ഞങ്ങളുടെ ജീവശ്വാസം പോകുന്നത് വരെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മൾ 5-ാമത്തെ സ്നാനം ഞാനിവിടെ എടുത്തു വന്നു. 5-ാമത്തെ 1 യഹൂദന്മാര്, 2 ശമര്യക്കാര്, 3 എത്യോപ്യക്കാര്, 4 ശൗല്, 5 കൊർന്നല്യോസ് ജാതികൾ. ഹല്ലേലൂയ, സ്നാനപ്പെട്ടു. ഇനി 6-ാമത്തത് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചു. അയ്യോ, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു. നിങ്ങളുടെ സ്നാനം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു. അത് യോഹന്നാന്റെ സ്നാനം. അപ്പൊ യോഹന്നാന്റെ ശിഷ്യന്മാരാ. അപ്പൊ യോഹന്നാൻ മാനസാന്തര സ്നാനമാ നടത്തിയത്. അവന്റെ പിന്നാലെ വരുന്നവനായ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. എഫെസോസിലെ വിശ്വാസികള് 2-ാമത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. ഹല്ലേലൂയ. അവരാദ്യം സ്നാനം കഴിഞ്ഞവരാ. അതിലപ്പോ സ്നാനം ഒന്നല്ല ഉള്ളൂ. സ്നാനം ഒന്നെന്ന് ബൈബിൾ പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും സ്നാനം ഒന്നേ ഉള്ളൂ. ആ 1-ാമത്തെ സ്നാനം ഏതാ? 1-ാമത്തെ സ്നാനം തന്നെയാ. ദൈവസഭ 1-ാമത് കഴിപ്പിച്ച സ്നാനം ഏതോ ആ ഒരു സ്നാനമാണ്. ആ ഒരു സ്നാനം ഏൽക്കാതെ സ്നാനം ഒന്നേ ഉള്ള വ്യവസ്ഥ പ്രകാരം നീ വന്നിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തി 2:38 പ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കാതെ സ്നാനം 1 എന്നുള്ള വ്യവസ്ഥയിലേക്ക് നീ വന്നിട്ടില്ല. നിന്നെ ആരോ വഞ്ചിച്ചു. നിന്നെ ആരോ തൃത്വത്തിൽ പിടിച്ചു മുക്കി. നിന്നെ ആരോ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമം എന്ന അക്ഷരം പറഞ്ഞു മുക്കി. ആ നാമത്തിൽ നിന്നെ സ്നാനപ്പെടുത്തിയില്ല. ആ നാമമാണ് സ്നാനപ്പെടുമ്പോൾ ഏറ്റുപറയേണ്ടത്. ആ നാമം പറഞ്ഞു വേണം നിന്നെ സ്നാനപ്പെടുത്താൻ. ആ നാമത്തിലാ ജീവനുള്ളത്. ആ നാമത്തിലാ ശക്തിയുള്ളത്. ആ നാമത്തിലാ പാപമോചനമുള്ളത്. നാമം 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 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ നാമം പറയണം. ആ നാമമാണ് യേശു ക്രിസ്തു എന്നുള്ളത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമമാണ് യേശു ക്രിസ്തു എന്നുള്ളത്. അല്ലാതെ ആ നാമം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ നാമം എന്നുള്ള അക്ഷരം പറഞ്ഞിട്ട് കാര്യമില്ല. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അക്ഷരം പറഞ്ഞു മുക്കിയിട്ടുള്ള എല്ലാവരും ഓർക്കണം, നിങ്ങളെ അവർ വഞ്ചിച്ചു. സത്യസഭയുടെ സ്നാനമല്ല നിങ്ങൾ ഏറ്റിരിക്കുന്നത്. നിങ്ങളെ വ്യാജമാകുന്ന ബാബിലോണി ഉപദേശത്തിൽ പിടിച്ചു മുക്കി യേശുവിന്റെ രക്തത്തിലുള്ള പാപമോചനം നിങ്ങളിലേക്ക് പ്രവഹിച്ചില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് ഞാൻ വായിക്കുവാൻ താല്പര്യപ്പെടുന്നത് 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഒന്ന് വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. 1 കൊരിന്ത്യർ 1:12. നിങ്ങളിൽ ഓരോരുത്തൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നുവോ? ക്രിസ്തു വായിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവോ? അല്ല, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? ഹല്ലേലൂയ. പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ ആരാണ്? പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ ക്രൂശിക്കപ്പെട്ടുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ എന്ന് ചോദിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനാരോ അവന്റെ നാമത്തിലാണ് നിങ്ങൾ സ്നാനമേറ്റത് എന്നുള്ള വസ്തുത. ഇപ്പൊ കൊരിന്ത്യ വിശ്വാസികൾ
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. ഞാനതിൻ്റെ ഓർഡർ അനുസരിച്ചല്ല പറയുന്നത്, ഇടയ്ക്ക് ചില വാക്യങ്ങൾ എടുത്തു പറയുന്നു ഉള്ളതേ ഉള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 16:33 വായിക്കുമ്പോൾ കാരാഗൃഹ പ്രമാണിയും തൻ്റെ കുടുംബവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ തെളിവിടെയുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 16:33. ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. ഹല്ലേലൂയ. കാരാഗൃഹ പ്രമാണി സ്നാനപ്പെട്ടു. ആരുടെ കൈക്കീഴിൽ? അപ്പോസ്തലന്മാരുടെ കൈക്കീഴിൽ. അപ്പോസ്തലന്മാർ എങ്ങനെയുള്ളവരാ? അവര് ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ വചനം ഒരിക്കൽ ഉവ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല. അപ്പോൾ അവസരവാദികളല്ലായിരുന്നു അപ്പോസ്തലനായ അപ്പോസ്തലന്മാര്. പിന്നെ അവരോട് പറഞ്ഞതെന്താ? 16:31 വായിക്കുമ്പോൾ പൗലോസ് വിളിച്ചു പറയുക, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അങ്ങനെ കാരാഗൃഹ പ്രമാണി യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. ഇനി റോമാ വിശ്വാസികളെ നമുക്ക് നോക്കാം. റോമർ 6:3. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അതിന്റെ 8-ാം വാക്യം, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ പാപമോചനത്തിന് വേണ്ടിയായി സ്നാനം. അങ്ങനെ മരിച്ചവൻ, എങ്ങനെ മരിച്ചവൻ? യേശു ക്രിസ്തുവിനോട് ചേരാൻ. ആരോടാ ചേർന്നത്? യേശുവിനോട്. അപ്പൊ യേശുവിനോട് ചേരണമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. റോമാ വിശ്വാസികൾ മുഴുവൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റവരായിരുന്നു. കൊരിന്ത്യ വിശ്വാസികൾ മുഴുവൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റവരായിരുന്നു. ഇനി ഗലാത്യ വിശ്വാസികളെ നോക്കാം. ഗലാത്യർ 3:27. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം ഗലാത്യ വിശ്വാസികളേറ്റു. അവരോട് പറഞ്ഞു, അല്ലയോ ഗലാത്യരെ, ഹല്ലേലൂയ, ക്രിസ്തുയേശുവിനെ നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ആരും ക്ഷുദ്രം ചെയ്ത് മയക്കിപ്പോകരുത് എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹത്വം കണ്ടവരാണ് ഗലാത്യ വിശ്വാസികൾ. അടുത്തത് എഫേസ്യ സഭയിൽ ഉള്ള ഒരു തെളിവും കൂടെ എടുത്തു തരാം. അപ്പോൾ ഏതാണ്ട് 12 തെളിവുകളായി. എഫേസ്യർ 5:20. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. വചനത്തോടു കൂടിയ ജലസ്നാനം. എഫേസ്യ വിശ്വാസികൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആ സ്നാനപ്പെട്ടെന്ന് അപ്പോസ്തല പ്രവൃത്തി 19:1 മുതൽ 5 വരെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ എഫേസ്യ വിശ്വാസികളോട് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, വചനത്തോടു കൂടിയ ജലസ്നാനമായിരുന്നു നിങ്ങൾ. ആരാണ് വചനം? ആരാണ് വചനം? വെളിപ്പാട് 19:13. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്നു പേര്. അവന് ദൈവവചനം എന്നു പേര്. ആർക്ക്? യേശു ക്രിസ്തുവിന് എന്ന് വ്യക്തമായി അവിടെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആദ്യ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. വചനവും ദൈവമായിരുന്നു എന്നല്ല, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ. ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടുവെന്ന് എബ്രയർ 11:3 വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. പ്രിയ സ്നേഹിതരെ, ഹല്ലേലൂയ. ഇനി ഫിലിപ്പിയ വിശ്വാസികൾ എങ്ങനെയാണെന്ന് നോക്കാം. ഫിലിപ്പിയർ 3:17. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെ നിങ്ങൾ കുറിക്കൊള്ളുവിൻ. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും ഞങ്ങളെ അനുകരിപ്പിൻ എന്ന് വെല്ലുവിളിച്ചു പറഞ്ഞ് ആ ഫിലിപ്പിയ വിശ്വാസികളെ മുഴുവൻ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന് പ്രകാരം ആനയിച്ചു നടത്തി. അവരെല്ലാം അപ്പോസ്തലന്മാരെ എങ്ങനെ സ്നാനപ്പെടുത്തിയോ ആ മാതൃകകളെ കുറിക്കൊണ്ട് ആ മാതൃകയെ അനുസരിക്കുന്നവരായിരുന്നു. അപ്പോൾ ഫിലിപ്പിയ വിശ്വാസികളും സ്നാനപ്പെട്ടത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമായിരുന്നു. ഇനി കൊലോസ്യ വിശ്വാസികൾ എങ്ങനെ സ്നാനപ്പെട്ടെന്ന് നോക്കാം. കൊലോസ്യർ 2:12. കൊലോസ്യ വിശ്വാസികൾ സ്നാനപ്പെട്ടത് സ്നാനത്താൽ നിങ്ങൾ അവരോടുകൂടെ അടക്കപ്പെട്ടു. കൊലോസ്യർ 3:17. വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പിൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും
കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുക. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഇവിടുത്തെ പെന്തക്കോസ് നേതാക്കന്മാരെ, നിങ്ങൾ കാണിക്കുന്ന വിഡ്ഢിത്തം ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ഇനിയെങ്കിലും കാലമായില്ലേ? ഒരു വിവാഹം നടത്തിയാൽ തൃത്വനാമത്തിൽ ആശീർവദിക്കുക. ഒരു വീടിന് തറക്കല്ലിട്ടാൽ തൃത്വനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എവിടെയാണ് ഈ തൃത്വനാമത്തിൽ? അല്ലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം എന്ന അക്ഷരങ്ങൾ പറഞ്ഞ് അനുഗ്രഹിക്കുവാൻ എവിടെയാണ് ഒരു വാക്യം? ഒരൊറ്റ വാക്യമുണ്ടോ? ഒരു ശിശുപ്രതിഷ്ഠയ്ക്കും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നുള്ള അക്ഷരങ്ങൾ പറഞ്ഞ് അനുഗ്രഹിക്കുക. എന്തെല്ലാം വിഡ്ഢിത്തങ്ങളായി ഇവിടുത്തെ പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾ കാട്ടിക്കൂട്ടുന്നത്. ഹല്ലേലൂയ. സ്നാനപ്പെടുത്തുമ്പോൾ തൃത്വം, തറക്കല്ലിടുമ്പോൾ തൃത്വം, ശിശു പ്രതിഷ്ഠയ്ക്ക് തൃത്വം, മൊത്തം തൃത്വം. അവസാനം തൃത്വം നിന്നെ എവിടെ കൊണ്ടെത്തിക്കുമെന്നറിയാവോ? നിന്റെ കഴുത്തിന് ഇട്ടിരിക്കുന്ന കയർ പിശാചിന്റെ കൊലക്കയറാണ്. തൃത്വത്തിൽ നിന്നെ വലിച്ചു കൊണ്ടുപോവുകയാണ്. അവസാനം നിന്റെ ഗതി അധോഗതിയാണ്. അത് നീ ഗ്രഹിക്കണം. ഓടിയതും അധ്വാനിച്ചതും വൃഥാവായെന്ന് വരാതിരിപ്പാൻ നീ ഭയപ്പെടണം. ഭയത്തോടെ യഹോവയെ സേവിക്കണം. വിറയോലോടെ ഘോഷിച്ചുല്ലസിക്കണം. ദൈവം ആരെന്നറിയണം. ആരെന്നറിഞ്ഞവനെ ആരാധിക്കണം. ആരെന്നറിഞ്ഞവനെ പിൻഗമിക്കണം. അവൻ എന്താ പറഞ്ഞിരിക്കുന്ന അറിയണം. ബാബിലോണിയ തൃത്വ വ്യാഖ്യാനം ഭരിച്ചുകൊണ്ട് പോകുവാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയ സ്നേഹിത, അപ്പൊ കൊലോസ്യ വിശ്വാസികളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടു. ഇനി തെസലോനിക്ക വിശ്വാസികളെ കൂടെ നോക്കാം. 1 തെസലോനി 2:13-14 വാക്യങ്ങൾ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അതിവ്യാപരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് യേശു നാമക്കാര് വളരെ ശക്തമായിട്ട് പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? വിശ്വസിക്കുന്നവരിൽ ഇത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ്. ഞാനിത് ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. POC ബൈബിൾ നമ്മൾ നോക്കിയാൽ തെസലോനിക്കർ 2:14 നമ്മൾ വായിക്കുമ്പോൾ, 1 തെസലോനി 2:14 POC ബൈബിളിൽ ഞാനൊന്ന് വായിക്കുക. സഹോദരന്മാരെ, യഹൂദിയിൽ യേശുക്രിസ്തുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. നിങ്ങൾ യേശുക്രിസ്തുവിലുള്ള ദൈവസഭയ്ക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. ഹല്ലേലൂയ. നിങ്ങൾ യഹൂദയിലെ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ദൈവത്തിന്റെ സഭകളെ അനുകരിക്കുന്നവരായി തീർന്നുവെന്നാണ് POC ബൈബിളിൽ. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ദൈവസഭയെ അനുകരിക്കുക. നമ്മൾ ഏത് സഭയെയാണ് സ്നേഹിത അനുകരിക്കേണ്ടത്? കുമ്പനാട്ട് സഭയെ അനുഗമിക്കണോ? അതോ തിരുവല്ല സഭയെ അനുഗമിക്കണോ? അതോ പുനലൂർ സഭയെ അനുഗമിക്കണോ? അതോ പത്തനംതിട്ട സഭയെ അനുഗമിക്കണോ? നിങ്ങൾ ഏത് സഭയെ അനുഗമിക്കേണ്ടത്? യഹൂദയിൽ യെരൂശലേമിലെ ആരംഭിച്ച ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാര് പരിശുദ്ധാത്മാവിനാൽ യെരൂശലേമിൽ ആരംഭിച്ച സഭയെയാണോ നിങ്ങൾ അനുഗമിക്കുന്നത്? അതോ നിങ്ങൾ കുമ്പനാട്ട സഭയെയാണ് അനുഗമിക്കുന്നത്? വാസ്തവത്തിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. നിങ്ങൾ ഏതു സഭയുടെ അനുകാരികളാകണമെന്ന ബൈബിൾ പ്രസ്താവിക്കുന്നത്? യെരൂശലേമിലുള്ള സഭയുടെ അനുകാരികളാകുവിൻ. POC ബൈബിളിൽ പറയുന്നു, നിങ്ങൾ യൂദയിലെ യഹൂദന്മാരുടെ ഇടയിലെ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സഭ നിങ്ങൾ അനുകരിക്കണമെന്ന് അവിടെ പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സഭ എവിടെ ആരംഭിച്ചത്? അത് യെരൂശലേമിൽ യഹൂദന്മാർ പാർക്കുന്ന യെരൂശലേമിൽ ആരംഭിച്ചത്. ആ യെരൂശലേം സഭയുടെ അനുകാരിയാണ് ഞാനെന്ന് ഇവിടുത്തെ പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയുവാനുള്ള തന്റെ ഇടമുണ്ടോ? എവിടെ കാണും? ബാബിലോണിയ തൃത്വത്തിന്റെ ചെളിക്കുഴിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ബാബിലോണിയ സഭയുടെ പിൻഗാമികളായി നിങ്ങൾ മാറുന്നു. അല്ല, നിങ്ങളെ സാത്താൻ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അല്ല, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ വസ്തുത എൻ്റെ പൊന്നു സ്നേഹിത നീ അറിയണം. നീ യെരൂശലേമിലുള്ള ദൈവസഭയുടെ അനുകാരിയായി ജീവിക്കാൻ നോക്ക്. ഹല്ലേലൂയ. ഇവിടെ ഉള്ള ഏതെങ്കിലും നാട്ടിൽ ആരംഭിച്ച
ഏതെങ്കിലും സഭയുടെ അനുകാരിയാകാതെ യെരൂശലേമിൽ ഉദ്ഘാടനം ചെയ്ത പരിശുദ്ധാത്മാവിനാൽ ആരംഭിച്ച ദൈവത്തിന്റെ തിരുസഭയാകുന്ന മനസാന്തരപ്പെട്ട് പാവങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്നുള്ള ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം അപ്പോസ്തല പ്രവൃത്തി 2:38 പറയുന്ന ആ സഭയുടെ അനുകാരിയാകുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് പ്രസംഗിക്കുവാൻ ഈ ഒരു സന്ദേശമാണ് ലോകത്തോട്, ഇവിടുത്തെ ബെന്തക്കോസുകാരോട്, ഇവിടുത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അഭിമാനിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ള ഈ ഒരേ ഒരു ദൂതയുള്ളൂ. എന്താണ് ആ ദൂത്? നിങ്ങൾ മനസ്സാന്തരപ്പെടുക. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ തൃത്വത്തിലല്ല, വ്യാജ തൃത്വം വലിച്ചെറിഞ്ഞ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക. എന്നാൽ പരിശുദ്ധാത്മാവെന്ന് ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവ് പ്രാപിച്ച് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് പോകുന്ന തിരുസഭയുടെ യെരൂശലേമിലെ സഭയ്ക്ക് നിങ്ങൾ അനുകാരികളാകുവിനെന്ന് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് പോലെ ഇന്നുള്ള നിങ്ങൾ ആരുടെ പിൻഗാമിയാണ്? നിങ്ങൾ എവിടേക്കാണ് യാത്ര? എവിടെയാണ് നിങ്ങൾ അവസാനിക്കുന്നത് എന്നുള്ള വസ്തുത മറന്നു പോകരുത്. ചിലർ പറയാറുണ്ട് അപ്പോസ്തലന്മാർക്ക് തെറ്റുപറ്റിയതാ, അവർ കള്ളന്മാരായിരുന്നു, അവർ ഭൂതമായിരുന്നു. ഭൂതമാണെന്ന് പറഞ്ഞ ഒരു മാന്യനുണ്ട് കേട്ടോ അമേരിക്കയിൽ. ഞാൻ അയാൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. പണ്ട് ഒരു 3-4 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു, എപ്പോഴാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോസ്തലനായ പത്രോസിന് തെറ്റുപറ്റിയെന്നും തന്നിൽ ഭൂതമായിരുന്നു. ഇപ്പോൾ പിശാച് എന്നെ വിട്ടു പോ പിശാച് എന്ന് യേശു പറഞ്ഞില്ലേ, അതാണ് തന്നിൽ ഭൂതമാണ്. യേശു ശാസിച്ചപ്പോൾ പോയില്ലേ? അവനൊരു ഭൂതം കയറിയെങ്കിൽ യേശു ശാസിച്ചപ്പോൾ പോയില്ലേ? അങ്ങനൊരു ഭൂതം ബാധിച്ചവന് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൊടുക്കുവോ? അപ്പൊ യേശു അത്ര വിഡ്ഢിയാണോ? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ അപ്പോസ്തലനായ പത്രോസിന്റെ കയ്യിൽ കൊടുത്തെങ്കിൽ അവന്റെ ഭൂതം വിട്ടുപോയിട്ടാ. ഹല്ലേലൂയ. അവൻ ആരാണെന്ന് ഇന്നും ഇന്നലെയും നാളെയും എന്താണെന്ന് അറിയാവുന്ന കർത്താവിനറിയാം. ആ കർത്താവ് താക്കോല് കൊടുത്തു. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോസ്തലന്മാരുടെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരും അടിസ്ഥാനക്കല്ലായിട്ട് അവിടെയുണ്ട്. വെളിപ്പാട് പുസ്തകം നന്നായിട്ടൊന്ന് വായിക്കണം കേട്ടോ, അവിടെ കാണും 12 അപ്പോസ്തലന്മാരുടെ പേര് സ്വർഗത്തിലുണ്ട്. അവര് സ്വർഗത്തിലുണ്ടെങ്കിലേ, അപ്പോസ്തലന്മാർ സ്വർഗത്തിൽ ഉണ്ടെങ്കിലേ, അപ്പോസ്തലന്മാരുടെ ഉപദേശമാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ജീവിക്കുന്ന എല്ലാ വ്യക്തികളും സ്വർഗത്തിൽ കാണും. അത് ഗ്യാരണ്ടി ഉണ്ട്, മറ്റേ ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഇങ്ങനെ ജീവിക്കുന്നു. ഉപദേശം ഏതാ? അടിസ്ഥാന ഉപദേശം. തൃത്തക്കാരെ കണ്ടിട്ടില്ലേ? ഒരു 10 തൃത്തക്കാരെ ഒന്ന് രഹസ്യമായിട്ടൊന്ന് വിളിച്ചു ചോദിക്കേ. 10 തൃത്തക്കാരും 10 ഉപദേശമാണ് പറയുന്നത്. ഇയാൾ വിശ്വസിക്കുന്നതല്ല മറ്റേയാൾ വിശ്വസിക്കുന്നത്, അയാൾ വിശ്വസിക്കുന്നതല്ല മറ്റേ പുള്ളി വിശ്വസിക്കുന്നത്. 10 ഉപദേശമാണ്, ഒരു സ്ഥിരതയുമില്ലാത്ത. അതാണല്ലോ ബാബിലോണിൽ നിന്ന് ആരംഭിച്ചത്. ബാബേൽ എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം കലക്കമെന്ന. എന്തുകൊണ്ട് തൃത്വം കലങ്ങുന്നു? തൃത്വം 10 പേര് പഠിപ്പിക്കുന്നെങ്കിൽ 10 10ആയിട്ടാണല്ലോ. എന്തേ കാരണം? അത് ബാബിലോണി ഉപദേശമാണ്, അത് കലക്കത്തിന്റെ ഉപദേശമാണ്, അത് സ്ഥിരതയുള്ള ഉപദേശമല്ല. ആമേൻ. അതുകൊണ്ട് എൻ്റെ പ്രിയ സ്നേഹിതരെ, ഇന്ന് എൻ്റെ പ്രസംഗം കേൾക്കുന്ന എൻ്റെ മാന്യ സ്നേഹിതരെ, ഇനിയെങ്കിലും ആയുസ് അല്പമേ ഉള്ളൂ, ആയുസ് അല്പമേ ഉള്ളൂ. എപ്പോൾ ഇവിടുന്ന് പോകുമെന്ന് പറയാൻ പറ്റില്ല. മഹാമാരി ഒരുപക്ഷെ ഇതല്ല, വേറെ വന്നേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവസഭ ഏതാണെന്നും ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശം എന്തെന്നും മനസ്സിലാക്കി അടിസ്ഥാന ഉപദേശത്തിന് വേണ്ടി നിൽക്കണം. ഇന്ന് മനുഷ്യൻ പ്രവാചകന്മാരുടെയും കള്ളപ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ അത്ഭുതങ്ങളുടെയും പുറകെ ഓടുക, ദൈവവചനത്തെ വിട്ടുകളയുക. എന്നാൽ ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ, അപ്പോസ്തല പ്രവൃത്തി 2:38 പ്രകാരം ജീവിക്കാത്ത ഒരുവൻ തിരുസഭയുടെ അംഗമല്ല, അവൻ കർത്താവിന്റെ കാഹളനാദത്തെങ്കിൽ കാണുകയില്ല. കർത്താവിന്റെ കാഹളനാദത്തെങ്കിൽ അവന്റെ മണവാട്ടിയാണ് എടുക്കപ്പെടുന്നത്. ആ മണവാട്ടി എന്നുള്ള പദവിയിലേക്ക് ഒരുവൻ കടന്നു വരണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 2:38 പറയുന്ന പ്രകാരം
നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഞാൻ 14 സ്ഥലങ്ങളിൽ സ്നാനത്തിന്റെ തെളിവുകൾ എടുത്ത് തന്നു. 2-ാം അധ്യായത്തിൽ യഹൂദന്മാര് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ തെളിവ് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. 2 8-ാം അധ്യായത്തിൽ ശമരിയ അല്ലെങ്കിൽ സങ്കരജാതി ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. 8:38 നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഷണ്ഡൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പ്രൈസ് ദി ലോർഡ്. 10-ാം അധ്യായത്തിൽ ജാതികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. 16-ാം അധ്യായത്തിൽ കാരാഗൃഹ പ്രമാണിയും തന്റെ കുടുംബവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. 19-ാം അധ്യായത്തിൽ എഫെസോസിലെ വിശ്വാസികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. 22-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ കൊരിന്ത്യ വിശ്വാസികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. റോമാലേഖനം 6-ാം അധ്യായത്തിൽ റോമാ വിശ്വാസികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. ഗലാത്യ വിശ്വാസികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ തെളിവ് ഞാൻ തന്നു. എഫെസ്യ വിശ്വാസികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ തെളിവ് ഞാൻ തന്നു. ഫിലിപ്പിയ വിശ്വാസികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ തെളിവ് ഞാൻ പറഞ്ഞു. കൊലോസ്യ വിശ്വാസികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ തെളിവ് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. അതുപോലെ തെസ്സലോനിക്ക വിശ്വാസികളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ തെളിവ് ഞാൻ പറഞ്ഞു. 15 സ്ഥലങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ വ്യക്തമായ തെളിവ് ഈ ദൈവജന ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് ഞാൻ പങ്കുവെക്കുകയാണ്. ഈ സ്നാനത്തിന് വിരുദ്ധമായിട്ട് എവിടെയെങ്കിലും ഒരു തൃത്വ സ്നാനം നടന്ന തെളിവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തു തരുവാൻ ഏതെങ്കിലും തൃത്വവാദികൾക്ക്, തൃത്വ പണ്ഡിതന്മാർക്ക് കഴിയുമെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. എടുത്തു തന്നാൽ നിങ്ങളുടെ കരങ്ങൾ കീഴിൽ ഞാൻ സ്നാനപ്പെടാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഭോഷത്വം ഉപേക്ഷിക്കൂ. ഈ സത്യസ്നാനത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ നാളുകളിൽ അങ്ങ് അടിയങ്ങളെ എന്തിനു വേണ്ടി നിർത്തിയിരിക്കുന്നു എന്നുള്ള യഥാർത്ഥ ബോധ്യത്തോട് ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാൻ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, വചനം പഠിക്കുവാൻ, പഠിപ്പിക്കുവാനുള്ള കൃപ കർത്താവ് തരണം. പ്രത്യേകിച്ച് കർത്താവ് അടിയങ്ങളെ ഗ്രൂപ്പിനെ കർത്താവ് അനുഗ്രഹിക്കണം. ഇതിന്റെ സംഘാടകരായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും അനുഗ്രഹിക്കണം. ഇതിന് മെമ്പേഴ്സ് ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കണം. ഈ സത്യത്തിലേക്ക് അനേകർ കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്യണം. എല്ലാ നന്മകളാൽ നിറച്ചുകൊള്ളും യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.